തിരുനാവായയിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് പിണറായി പോലീസിന്റെ കടുംവെട്ട്. കുംഭമേളയുടെ ഒരുക്കങ്ങൾ അവസാന നിമിഷത്തിലെത്തിയ സാഹചര്യത്തിലാണ് പോലീസും റവന്യൂ വകുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ കുംഭമേള നിശ്ചയിച്ച ദിവസം തന്നെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാവായയിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് പിണറായിയുടെ പോലീസിന്റെ കടുംവെട്ട്. കുംഭമേളയുടെ ഒരുക്കങ്ങൾ അവസാന നിമിഷത്തിലെത്തിയ സാഹചര്യത്തിലാണ് പോലീസും റവന്യൂ വകുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ കുംഭമേള എന്ന തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന് ആ മഹോത്സവവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ ചില സംഭവവികാസങ്ങൾ, ആ സംഭവവികാസങ്ങളിൽ നമ്മളുടെ ഒരു പ്രതികരണം പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പത്രസമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. അതിൽ പെട്ടെന്ന് എല്ലാവരും ഉള്ള ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് തൃശ്ശൂർ എന്നുള്ള ഇവിടെ ശങ്കര പരമ്പരയുടെ, കേരളത്തിലെ ശങ്കര പരമ്പരയുടെ ഒരു ആസ്ഥാനം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പത്രസമ്മേളനം നടത്താം എന്ന് നിശ്ചയിച്ചത്. അപ്രതീക്ഷിതമായിട്ട് അവിടെ മാഘമഹോത്സവത്തിന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ യജ്ഞശാലയും അവിടേക്ക് ആളുകൾക്ക് സുഗമമായിട്ട് അവിടെ വരുന്ന തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എത്തി തടയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2016 തൊട്ട് അവിടെ ഈ പഴയ കാലത്ത് മുടങ്ങിപ്പോയ 250 കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ നിർത്തലാക്കിയ മാഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകളും അതിൻ്റെ നിളാസ്നാനവും ആരതിയുമൊക്കെ 2016 തൊട്ട് അവിടെ നടന്നു വരുന്നതിൻ്റെ ഒരു വിപുലീകരണം, അത് ഈ വർഷം മഹാകുംഭമേളയെ തുടർന്ന് കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ള ആ പൂർവ്വമായിട്ടുള്ള പ്രൗഢിയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിൽ കുറച്ചുകൂടി തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംഘാടകർ എന്നുള്ള നിലയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് നവംബർ ആദ്യം തന്നെ ജില്ലാ കളക്ടർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥന നമ്മൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെടുന്ന എല്ലാ തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്കും DGP അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് ഒക്കെ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകൾ നമ്മൾ നൽകിയിരുന്നു. സർക്കാർ തലത്തിലാണെങ്കിൽ ദേവസ്വം മന്ത്രിയെ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഇതിൻ്റെ രക്ഷാധികാരിയാവാൻ ക്ഷണിക്കുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിയും ഒക്കെ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സംഘാടനം എന്നുള്ള നിലയിലല്ല എങ്കിൽ പോലും രക്ഷാധികാരിയായിട്ട് എന്നുള്ള നിലയിൽ ഇരിക്കാൻ സമ്മതിക്കുകയും അങ്ങനെ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടും അവരെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച തീയതിക്ക് തന്നെ തിരുനാവായിൽ മഹാകുംഭമേള നടത്തുമെന്ന് സ്വാമി ആനന്ദവനം ഭാരതി തൃശ്ശൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് 99 ശശി കളരിയിൽ, തൃശ്ശൂർ.